അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇക്ര ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2023 ഒക്ടോബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 മലയാളം ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ വിഷയങ്ങൾ ഒരുപാട് വന്നിട്ടുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു ഇത്. ഈ സമയത്ത് പല കുട്ടികൾക്കും ചോദ്യങ്ങളെല്ലാം വളരെ പ്രയാസമായിരുന്നു. ഏതായാലും നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെള്ളില ഏത് സന്ധിയാണ്? വെള്ളില എന്നുള്ളത് ഏത് സന്ധിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആഗമസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ദ്വിത്വസന്ധി, ഓപ്ഷൻ ഡി ലോഭസന്ധി. ഏതാണ് കറക്റ്റ് ആൻസർ? സന്ധികളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസ് നൽകും ഇൻഷാ അല്ലാഹ്. അവിടെ കൃത്യമായിട്ട് ഉദാഹരണ സഹിതം തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ലോഭസന്ധി. ലോഭസന്ധി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. എന്താണ് ലോഭസന്ധി എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സൂചിപ്പിച്ച് പോകാം. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അതിൽ ഒരെണ്ണം ഇല്ലാതാകുന്നത്, ലോപിക്കുന്നത്, ഇതിനാണ് ലോഭസന്ധി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് വെള്ള അധികം ഇല്ല, വെള്ളില. ചൂട് അധികം ഇല്ല, ചൂടില്ല. കാണുന്നു അധികം ഇല്ല, കാണുന്നില്ല. ഇവിടെയെല്ലാം തന്നെ രണ്ട് വർണ്ണങ്ങൾ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇല്ലാതായി തീരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഉദാഹരണത്തിൽ വെള്ള അധികം ഇല്ല, ഇത് രണ്ടും കൂടിച്ചേരുന്ന സമയത്ത് വെള്ളില എന്നായി മാറുന്നു. അവിടെ ഈ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇങ്ങനെ എന്താണ്, അത് ലോപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അതിൽ ഒരെണ്ണം ലോപിച്ചു പോകുന്നതിനെ, ഇല്ലാതായി തീരുന്നതിനെയാണ് ലോഭസന്ധി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉദാഹരണത്തിൽ കാണുന്ന ഒന്നാമത്തെ ഓപ്ഷൻ ആഗമസന്ധി. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആഗമിക്കുകയാണ് അല്ലേ. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നു, ഇതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരെണ്ണം വരുന്നു, ഇതിനാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ദ്വിത്വസന്ധി എന്ന് പറഞ്ഞാലോ, രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുക, ഇതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഞാൻ ഉദാഹരണം ഇതിനൊന്നും പറയുന്നില്ല, നമ്മുടെ ചോദ്യത്തിന് ഉദാഹരണം മാത്രമാണ് ഇവിടെ വിശദീകരിച്ചത്. ബാക്കിയൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ലോഭസന്ധി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്തിയും വിഭക്തിയും എന്ന കവിത എഴുതിയതാരാണ്? ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ ബി പൂന്താനം, ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ ഡി പാല നാരായണൻ നായർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെതാണ് ഭക്തിയും വിഭക്തിയും എന്ന കവിത. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിയകളെ സകർമ്മകം അകർമ്മകം എന്ന് വിഭജിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ക്രിയകളെ സകർമ്മകം അകർമ്മകം എന്ന് വിഭജിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഓപ്ഷൻ എ പ്രാധാന്യം, ഓപ്ഷൻ ബി സ്വഭാവം, ഓപ്ഷൻ സി പ്രകൃതി, ഓപ്ഷൻ ഡി അർത്ഥം. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിയകളെ അതിൻ്റെ അർത്ഥം അനുസരിച്ച് സകർമ്മകം അകർമ്മകം എന്നിങ്ങനെ തിരിക്കും. ഇതിൽ സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ ആകാംക്ഷ പൂർത്തിയാകുവാൻ കർമ്മം ആവശ്യമായ ക്രിയ. ആകാംക്ഷ പൂർത്തിയാകുവാൻ കർമ്മം ആവശ്യമായ ക്രിയകളെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ അടിച്ചു. അടിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടല്ലേ നമുക്ക്. അത് പൂർത്തിയാകാൻ എന്ത് വേണം? നമുക്ക് ആര് അടിച്ചു എന്ന് വേണ്ടേ? ആര് അടിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്.
അതേപോലെ എടുത്തു, എന്തിനെ എടുത്തു എന്നുള്ളത് വരുന്നുണ്ടല്ലോ. ഇതേപോലെ ആകാംക്ഷ പൂർത്തിയാകുവാൻ കർമ്മം ആവശ്യമായി വരുന്ന ക്രിയകളെയാണ് സകർമ്മകം എന്ന് പറയുന്നത്. ഒന്നുകൂടി എളുപ്പമാക്കി പറയുകയാണ് എങ്കിൽ, ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം ലഭിക്കും. അങ്ങനെ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ക്രിയകളെയാണ് സകർമ്മക ക്രിയ എന്ന് പറയുന്നത്. എന്നാൽ കർമ്മം ആവശ്യമില്ലാത്ത ക്രിയകളെ അകർമ്മകം എന്ന് പറയുന്നു. കർമ്മം ആവശ്യമില്ലാത്ത ക്രിയകളെ അകർമ്മകം എന്ന് പറയുന്നു. ഓടുന്നു, ഒഴുകുന്നു എന്നൊക്കെ പറയുന്നിടത്ത് എന്താണ്? ആരെ ഓടുന്നു എന്ന് പറയണോ? ആരെ ഓടുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ എന്തില്ല? കർമ്മം ആവശ്യമായി വരുന്നില്ല. ഇത്തരം ക്രിയകളെയാണ് എന്ത്? അകർമ്മകം എന്ന് പറയുന്നത്. ഒന്നുകൂടി എളുപ്പമാക്കി പറയുകയാണെങ്കിൽ, ആരെ എന്തിനെ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടില്ല. ഇത്തരം ക്രിയകളെയാണ് അകർമ്മക ക്രിയ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഉദാഹരണ സഹിതം പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണ് എങ്കിൽ, ക്രിയകളെ സകർമ്മകം അകർമ്മകം എന്ന് വിഭജിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ മനസ്സിലാക്കിയത് അർത്ഥമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ നോക്കൂ, ഏതാണ് ശരിയായി വന്നിരിക്കുന്നത്? ഉദ്ഘാടനം എന്നാണ് അല്ലേ എഴുതിയിരിക്കുന്നത്. ഉദ്ഘാടനം എന്ന് ശരിയായ രൂപത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? ഇവിടെ കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഈ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പേപ്പറിൽ നിങ്ങളുടെ ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ, ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു ആൻസറിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം സൂചിപ്പിക്കാൻ വാക്കിൻ്റെ അവസാനം ചേർക്കുന്ന അക്ഷരത്തിന് പറയുന്ന പേര് എന്താണ്? അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം സൂചിപ്പിക്കാൻ വാക്കിൻ്റെ അവസാനം ചേർക്കുന്ന അക്ഷരത്തിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ഭേദകം, ഓപ്ഷൻ ബി പ്രത്യയം, ഓപ്ഷൻ സി അവ്യയം, ഓപ്ഷൻ ഡി നിപാതം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രത്യയം. വാക്യങ്ങളുടെ അർത്ഥപൂർത്തീകരണത്തിന് വേണ്ടി ശബ്ദങ്ങളിൽ അവസാനം ഒന്നോ രണ്ടോ വർണ്ണങ്ങൾ കൂടി ചേർക്കേണ്ടി വരും. ഇതിനാണ് പ്രത്യയം എന്ന് പറയുന്നത്. വാക്യങ്ങളുടെ അർത്ഥപൂർത്തീകരണത്തിന് വേണ്ടി ശബ്ദങ്ങളിൽ അവസാനം ഒന്നോ രണ്ടോ വർണ്ണങ്ങൾ കൂടി ചേർക്കേണ്ടി വരുന്നതിനെ പറയുന്ന പേരാണ് പ്രത്യയം എന്നുള്ളത്. ഉദാഹരണം പറയാം. രാമൻ്റെ ഭാര്യയാണ് സീത. രാമൻ്റെ ഭാര്യയാണ് സീത. ഇവിടെ രാമൻ എന്ന് കഴിഞ്ഞതിന് ശേഷം ഡേ എന്ന് ചേർത്തിരിക്കുന്നു അല്ലേ, രാമൻ്റെ. അതേപോലെ പക്ഷികൾ പറക്കുന്നു. ഇങ്ങനെ ഗൾ ഡേ ഇതുപോലെയെല്ലാം എന്താണ് വാക്യങ്ങളുടെ അർത്ഥപൂർത്തീകരണത്തിന് വേണ്ടി ചേർക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? പ്രത്യയം. ഇവിടെ ഡേ ഗൾ എന്നെല്ലാമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പക്ഷികൾ പറക്കുന്നു ഗൾ. രാമൻ്റെ ഭാര്യയാണ് സീത, രാമൻ്റെ. ഇതേപോലെ ചേർത്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രത്യയം എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കഥകളി നടന്മാർ മുദ്രാഭിനയത്തിന് സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ നാട്യശാസ്ത്രം, ഓപ്ഷൻ ബി അഭിനയ ദർപ്പണം, ഓപ്ഷൻ സി ഹസ്തലക്ഷണ ദീപിക, ഓപ്ഷൻ ഡി ആട്ടപ്രകാരം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നത്. കേരളത്തിൽ രചിക്കപ്പെട്ട ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് നാട്യശാസ്ത്രത്തിലെ കൈമുദ്രകളുടെ പ്രയോഗവും വിവരണവും ഉൾക്കൊള്ളിച്ച് ഈ കൃതി രചിച്ചിരിക്കുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, മാധവി എന്ന ഇതിഹാസ കഥാപാത്രത്തെ
അവതരിപ്പിക്കുന്ന OMVയുടെ കൃതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ മാധവി എന്ന ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന OMVയുടെ കൃതി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്വയംവരം, ഓപ്ഷൻ ബി ഉജ്ജയിനി, ഓപ്ഷൻ സി അഗ്നിശലഭങ്ങൾ, ഓപ്ഷൻ ഡി പാഥേയം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സ്വയംവരം. സ്വയംവരം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ് മാധവി എന്ന ഇതിഹാസ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഈ ഓപ്ഷൻ മുഴുവനും അദ്ദേഹത്തിൻ്റെ രചനകളാണ്. സ്വയംവരം, ഉജ്ജയിനി, അഗ്നിശലഭങ്ങൾ, പാഥേയം, ഇത് 4 ONVയുടെ കൃതികളാണ് എന്ന് കൂടെ എന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. തദ്ധിതത്തിന് ഉദാഹരണമായ പദം ഏത്? എന്താണ് തദ്ധിതം എന്ന് പറഞ്ഞാൽ? തദ്ധിതം എന്ന് പറഞ്ഞാൽ അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു പ്രധാന ഗുണം എടുത്തു കാണിക്കുക, എടുത്തു പറയുന്നതിനാണ് തദ്ധിതം. ഇത് തന്മാത്ര തദ്ധിതാണ്. തദ്ധിതം തന്നെ പല ഇനത്തിലുണ്ട്, പല വിധത്തിലുണ്ട്. അത് ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഈ ഓപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും അല്ലേ ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ വെണ്മ അല്ലേ. വെണ്മ എന്നുള്ളത് എന്താണ്? ഒരുപാട് ഗുണങ്ങൾ കൂടിച്ചേർന്ന ഒരു ഗുണത്തിനെയാണ് വെണ്മ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇത് തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം കൂടെയാണ്. ഓക്കെ, അതെല്ലാം കൂടുതൽ നമുക്ക് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന കൃതിയുടെ രചയിതാവ്. ഓപ്ഷൻ എ EM ഫോസ്റ്റർ, ഓപ്ഷൻ ബി ആഷർ, ഓപ്ഷൻ സി റിച്ചാർഡ് കോളിൻസ്, ഓപ്ഷൻ ഡി കാൾ ഡ്വാൽ. ഇതേപോലെയുള്ള ചോദ്യം മലയാളത്തിൽ പൊതുവെ വരാറില്ല. നമ്മുടെ മലയാള സാഹിത്യകാരന്മാരുടെ കൃതികളൊക്കെയാണ് സാധാരണയായിട്ട് വരാറുള്ളത്. ഏതായാലും ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ EM ഫോസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ചാടിപ്പോയി എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഇതിൽ ഒരുപാട് ഗ്രാമറുകൾ ചർച്ച ചെയ്ത ഒരു ചോദ്യപേപ്പറായിരുന്നു. പല വിദ്യാർത്ഥികൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യപേപ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി വരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ തന്നെ ഗ്രാമർ ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് ഇതിൽ ഓപ്ഷനുകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. വെറും നമ്മുടെ സാഹിത്യകാരന്മാരെ കുറിച്ച് അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ മാത്രമല്ല വരിക, ഇതുപോലെ ഗ്രാമറുകളും എന്ത് ചെയ്യും മലയാളത്തിൽ വരും എന്നെന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ചാടിപ്പോയി എന്ന ഈ പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പേരച്ചം, ഓപ്ഷൻ ബി മുൻവിനയച്ചം, ഓപ്ഷൻ സി തൻവിനയച്ചം, ഓപ്ഷൻ ഡി ഭേദകം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി മുൻവിനയച്ചം. മുൻവിനയച്ചം എന്നതാണ് കറക്റ്റ് ആൻസർ. എന്താണ് മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ? ഒരു പൂർണ്ണക്രിയക്ക് മുമ്പ് നടക്കുന്ന അപൂർണക്രിയയാണ് മുൻവിനയച്ചം. ഇതിന് പ്രത്യയം ഒന്നും ചേർക്കേണ്ടതില്ല. ഇതിന് പ്രത്യയം ഒന്നും എന്ത് ചെയ്യൂല, ചേർക്കേണ്ടതില്ല. അപ്പോൾ പൂർണ്ണക്രിയക്ക് മുമ്പ് നടക്കുന്ന അപൂർണക്രിയയാണ് മുൻവിനയച്ചം. ഇവിടെ ചാടിപ്പോയി എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യണത്, അത് പൂർണ്ണമാകുന്നതില്ലേ അല്ലേ. ചാടിപ്പോയി എന്ന് പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റും ചാടി അല്ലേ, ഓടി, കയറി, ഇങ്ങനെയൊക്കെ കാണാമല്ലോ. ഓടിക്കയറി, ചാടിപ്പോയി. അപ്പോൾ ഇതേപോലെ എന്താണ് ഒരു പൂർണ്ണക്രിയക്ക് മുമ്പ് നടക്കുന്ന അപൂർണക്രിയ ചാടി, ഓടി, ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് എന്ത് പറയുക, മുൻവിനയച്ചം എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവനതരുണൻ്റെ കഥയെത്ര പഴകി. ഈ വരികളിലെ അലങ്കാരം
അലങ്കാരം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഉദാത്തം, ഓപ്ഷൻ ബി ഉൽപ്രേക്ഷ, ഓപ്ഷൻ സി രൂപകം, ഓപ്ഷൻ ഡി കാവ്യലിംഗം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഉദാത്തം. എന്താണ് ഈ അലങ്കാരം എന്ന് പറയുന്നത്? ഒരു കാവ്യത്തിൻ്റെ ഭംഗി കൂട്ടാനായി ചേർക്കുന്ന പ്രയോഗങ്ങളെ മലയാള വ്യാകരണത്തിൽ പറയുന്ന പേരാണെന്ത്? അലങ്കാരം എന്നുള്ളത്. ഒരു കാവ്യത്തിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ചേർക്കുന്ന പ്രയോഗങ്ങളെ മലയാള വ്യാകരണത്തിൽ പറയുന്ന പേരാണ് അലങ്കാരം എന്നുള്ളത്. നമുക്ക് നമ്മുടെ ഓപ്ഷൻ എ ഉദാത്തം അത് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും പുരാതന ചരിത്ര സൂചനയോ ഐശ്വര്യ സമൃദ്ധി പ്രസ്താവമോ ഒക്കെ ഉള്ളതിനെയാണ് ഉദാത്തം എന്ന് പറയുന്നത്. ഈ വരികൾ വായിച്ചാൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും എന്ത്? ഇവിടെ ഒരു പുരാതന ചരിത്ര സൂചന പോലെ ഈ വരികളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അറിയാതെ ജനനിയെ പരിണയിച്ചൊരു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു പുരാതനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഇതേപോലെ പറയുന്നതിനാണ് ഉദാത്തം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വി ശിനിലാലിൻ്റെ രചനയല്ലാത്ത കൃതി ഏത്? അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു സാഹിത്യകാരൻ്റെ എല്ലാ കൃതികളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലേ? കാരണം അവരുടെ പ്രധാനപ്പെട്ട രചനകൾ ഒരുപക്ഷെ നമ്മൾ പഠിക്കും. പക്ഷെ ഇതേപോലെ ഒരു 3 കൊടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് എങ്കിൽ ബാക്കി ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഒക്കെ ഒരുപക്ഷെ അത്രക്ക് പ്രാധാന്യം ഉണ്ടാവില്ല, പക്ഷെ ഓപ്ഷനിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ രചനകളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രാമച്ചി എന്നതാണ് കറക്റ്റ് ആൻസർ. ഈ രാമച്ചി എന്നുള്ളത് വിനോയ് തോമസ് എഴുതിയ ചെറുകഥാ സമാഹാരമാണ്. രാമച്ചി എന്നുള്ളത് വിനോയ് തോമസ് എഴുതിയ ചെറുകഥാ സമാഹാരമാണ്. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള രചനയാണ് രാമച്ചി എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ. ഈ വരികൾ ഏത് കവിതയിലേതാണ്? ഞാൻ നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, നല്ല ആഴത്തിലുള്ള വായനയുള്ള ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുവാൻ സാധിക്കുള്ളൂ അല്ലേ? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ സൂര്യകാന്തി, ഓപ്ഷൻ ബി കരുണ, ഓപ്ഷൻ സി ഇന്നു ഞാൻ നാളെ നീ, ഓപ്ഷൻ ഡി കണ്ണുനീർ തുള്ളി. ഇത് ഏത് കവിതയിൽ നിന്നുള്ള വരികളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇന്നു ഞാൻ നാളെ നീ. ഇന്നു ഞാൻ നാളെ നീ എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായി വരുന്നത്. ഇതിൻ്റെ രചയിതാവ് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള കവിതയിൽ നിന്നുള്ള വരികളാണിത്. ഇനി നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ എ സൂര്യകാന്തി, ഇതും ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ്. അതേപോലെ ഓപ്ഷൻ ബി കരുണ, നമ്മൾ മുമ്പ് പഠിച്ചതാണ്, കുമാരനാശാൻ്റെ വരികളാണ്. പിന്നെ ഓപ്ഷൻ ഡി കണ്ണീർ തുള്ളി, കണ്ണുനീർ തുള്ളി എന്നുള്ളത് നാലാപ്പാട്ട് നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റേതാണ് കണ്ണുനീർ തുള്ളി എന്ന കവിത. അടുത്ത ക്വസ്റ്റ്യൻ, ചക്കിന് വച്ചത് കൊക്കിന് കൊള്ളുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയമെന്ത്? ഓപ്ഷൻ എ ബുദ്ധിമുട്ടാതെ കാര്യം നേടുക, ഓപ്ഷൻ ബി നീചപ്രവൃത്തിക്ക് അതനുസരിച്ചുള്ള ഫലം, ഓപ്ഷൻ സി ധർമ്മസങ്കടത്തിൽ പെടുക, ഓപ്ഷൻ ഡി ലക്ഷ്യം പിഴക്കുക. ഏതാണ് കറക്റ്റ് ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ? ലക്ഷ്യം പിഴക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പെണ്ണ് തോൽക്കുന്നു തോൽക്കയോ അല്ല കണ്ണി പൊട്ടാതെ കാക്കുന്നു ശക്തി. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ കടമ്മനിട്ട, ഓപ്ഷൻ ബി സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി ആറ്റൂർ, ഓപ്ഷൻ ഡി വയലാർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലീലാതിലകത്തിൽ മലയാള ഭാഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം. ഓപ്ഷൻ എ മലയാണ്മ,
ഓപ്ഷൻ ബി മലയാളം, ഓപ്ഷൻ സി കേരള ഭാഷ, ഓപ്ഷൻ ഡി ചെന്തമിഴ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കേരള ഭാഷ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിദ്യയെ എന്ന പദം ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? വിദ്യയെ എന്ന പദം ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ എ സംബന്ധിക, ഓപ്ഷൻ ബി പ്രതിഗ്രാഹിക, ഓപ്ഷൻ സി സംയോജിക, ഓപ്ഷൻ ഡി നിർദ്ദേശിക. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്രതിഗ്രാഹിക. വിദ്യയെ എന്ന പദം പ്രതിഗ്രാഹിക എന്നതിനുള്ള ഉദാഹരണമാണ്. എങ്ങനെ മനസ്സിലായി? പ്രതിഗ്രാഹിക എന്നുള്ള ഇത്തരം വിഭക്തിയിൽ എ എന്ന പ്രത്യയമായിരിക്കും വരുന്നത്. വിദ്യയെ കണ്ടില്ലേ, എ എന്നുള്ള പ്രത്യയം അവസാനം ചേർത്തിരിക്കുന്നു. പ്രത്യയം എന്താ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിവിടെ ഉത്തരത്തിലേക്ക് കൂടുതൽ എത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വിദ്യയെ എന്ന് പറയുമ്പോൾ എ എന്ന പ്രത്യയം വരുന്നതുണ്ട്. അതേപോലെ മകനെ, മകളെ, ഇവിടേക്ക് എന്താണ് എ എന്ന പ്രത്യയമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രത്യയം വരുന്നതാണ് ഏത്? പ്രതിഗ്രാഹിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ നിർദ്ദേശിക എന്നുള്ള വിഭക്തി, ഈ വിഭക്തിയിൽ എന്തുണ്ടാവില്ല? പ്രത്യയം ഉണ്ടായിരിക്കില്ല. പ്രത്യയം ഇല്ലാത്തതാണ് നിർദ്ദേശിക. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടി പുസ്തകം വായിച്ചു. ഇവിടെ ഒരു പ്രത്യയം എന്ത് ചെയ്തിട്ടില്ല? ചേർത്തിട്ടില്ല. കുട്ടിയെ എന്നൊന്നും ചേർത്തിട്ടില്ലല്ലോ. കുട്ടി പുസ്തകം വായിച്ചു എന്ന് ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പ്രത്യയം ഇല്ലാത്തതാണ് ഏത്? നിർദ്ദേശിക. ഓക്കെ, ഇനി പ്രതിഗ്രാഹിക. നമ്മുടെ ആൻസറായി പറഞ്ഞ പ്രതിഗ്രാഹിക എന്തായിരുന്നു? അതിൻ്റെ പ്രത്യയം എ ആയിരിക്കും അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മ കുട്ടിയെ വിളിച്ചു. ഇവിടെ എന്താണ്? എ എന്നുള്ള പ്രത്യയം വന്നിരിക്കുന്നു. അതേപോലെ സംയോജിക എന്നുള്ളത് അവിടെ ഓട് എന്നുള്ളൊരു പ്രത്യയമായിരിക്കും വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിയോട് പറഞ്ഞു. ഓട് എന്നുള്ള പ്രത്യയമായിരിക്കും വന്നിരിക്കുക. അതേപോലെ മറ്റൊന്നാണ് ഉദ്ദേശിക. അതിൽ നി എന്നുള്ള പ്രത്യയമായിരിക്കും അവിടെ വരിക. നി എന്നൊക്കെ ആയിരിക്കും അവിടെ പ്രത്യയമായിട്ട് വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മ കുട്ടിക്ക് ഉമ്മ നൽകി, അവന് ഉമ്മ നൽകി. ഇങ്ങനെ എന്ത് ചെയ്യും? അമ്മ കുട്ടിക്ക് ഉമ്മ നൽകി, അല്ലെങ്കിൽ അമ്മ അവന് ഉമ്മ നൽകി. ഇവിടെയൊക്കെ പറയുമ്പോൾ എന്താണ്? നി എന്നുള്ള പ്രത്യയം വന്നിരിക്കുന്നു. ഇങ്ങനെ വരുന്നതിനാണ് എന്ത് പറയുക? ഉദ്ദേശിക എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രയോജിക എന്നുള്ളതിൽ ആൽ കൊണ്ട് എന്നുള്ള പ്രത്യയമായിരിക്കും വന്നിരിക്കുക. കുട്ടി പേന കൊണ്ട് എഴുതി, കുട്ടി അമ്മയാൽ നയിക്കപ്പെട്ടു. ആൽ എന്ന പ്രത്യയം വന്നിരിക്കുന്നു. കുട്ടി പേന കൊണ്ട് എഴുതി, ഇവിടെ കൊണ്ട് എന്ന പ്രത്യയം വന്നു. കുട്ടി അമ്മയാൽ നയിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആൽ എന്ന പ്രത്യയമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നതിനാണ് പ്രയോജിക എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒന്നാണ് സംബന്ധിക എന്നുള്ളതിൽ ഉടേ, ന്റെ എന്നൊക്കെ ആയിരിക്കും പ്രത്യയമായി വന്നിരിക്കുക. കുട്ടി അമ്മയുടെ അടുത്തു ചെന്നു. ഉടേ എന്നുള്ള പ്രത്യയം വന്നിരിക്കുന്നു. അതേപോലെ കുട്ടി അവൻ്റെ അടുത്തു ചെന്നു. ന്റെ എന്നുള്ള പ്രത്യയം വന്നിരിക്കുന്നു. ഇങ്ങനെ വരുന്നതിനാണ് സംബന്ധിക എന്ന് പറയുക. പിന്നെ അടുത്തതാണ് ആധാരിക എന്നുള്ളത് ഇൽ, കൽ എന്നൊക്കെ ആയിരിക്കും അവിടെ പ്രത്യയം വരിക. കുട്ടി വെള്ളത്തിൽ വീണു. കുട്ടി വാതിൽക്കൽ നിന്നു. അവിടെയൊക്കെ എന്താണ്? കൽ, ഇൽ എന്നുള്ള പ്രത്യയം വന്നിരിക്കുന്നു. ഇതാണ് ആധാരിക.
ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ക്ലാസ്സിൽ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, പ്രതിഗ്രാഹിക. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം, ഈ പ്രത്യയം ഏതിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു മാർക്ക് നഷ്ടപ്പെടില്ല അല്ലേ? ഇതറിയാതെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മുടെ മാർക്കായിരിക്കും അവിടെ നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു പോവണം. അടുത്ത ക്വസ്റ്റ്യൻ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ലേഖന സമാഹാരം, ഓപ്ഷൻ ബി കവിതാ സമാഹാരം, ഓപ്ഷൻ സി നോവൽ, ഓപ്ഷൻ ഡി കഥാസമാഹാരം. ഏതാണ് കറക്റ്റ് ആൻസർ? ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഇതാരുടേതാണ്? സുഭാഷ് ചന്ദ്രൻ്റെ കൃതിയാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നുള്ളത്. 2001 ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്? ഇത് കഥാസമാഹാരമാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഘോഷി എന്നറിയപ്പെടുന്ന അക്ഷരം ഏത്? മലയാള അക്ഷരങ്ങളിൽ പല അക്ഷരങ്ങൾക്കും പല പേരുകളുണ്ടല്ലേ? അതിൽ ഘോഷി എന്ന പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതാണ്? ഓപ്ഷൻ എ ഹ, ഓപ്ഷൻ ബി ച, ഓപ്ഷൻ സി ഗ, ഓപ്ഷൻ ഡി ക. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തെയാണ് ഘോഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിയയിൽ കർത്താവിനെ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നതെന്ത്? ക്രിയയിൽ കർത്താവിനെ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നതെന്ത്? ഓപ്ഷൻ എ നികീർണ കർതൃകം, ഓപ്ഷൻ ബി കാരിതം, ഓപ്ഷൻ സി അകാരിതം, ഓപ്ഷൻ ഡി പ്രയോജകം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ നികീർണ കർതൃകം. നികീർണം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളടക്കം ചെയ്യാണ് അല്ലേ? നികീർണ കർത്തകം, ക്രിയയിൽ കർത്താവിനെ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിന് നികീർണ കർതൃകം എന്നാണ് പറയുന്നത്. ഈ ഓപ്ഷനിലെ കാരിതം അകാരിതം, കാരിതം അകാരിതം എന്നുള്ളത് കേവലക്രിയയുടെ രണ്ട് ഭാഗങ്ങളാണ്. എന്താണ് കേവലക്രിയ എന്ന് ആദ്യം മനസ്സിലാക്കാം. കേവലക്രിയ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയിൽ സ്വയം അർത്ഥം ഉണ്ടെങ്കിൽ അത്തരം ക്രിയകളെ കേവലക്രിയകൾ എന്ന് പറയുന്നു. ഇത്തരം ക്രിയകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം ക്രിയകൾക്കുള്ള പ്രത്യേകത പരപ്രേരണയോടെ നടത്തുന്നവയല്ല. പരപ്രേരണ ആവശ്യമായി വരുന്നില്ല. ഉദാഹരണം, പഠിക്കുന്നു, നടക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, ഓടുന്നു, വളരുന്നു, ചാടുന്നു. ഇതൊക്കെ എന്താണ്? കേവലക്രിയക്കുള്ള ഉദാഹരണമാണ്. ഇവിടെ പരപ്രേരണ ആവശ്യമുണ്ടോ? ഇല്ല. പഠിക്കുന്നു, പരപ്രേരണ ഇല്ല. നടക്കുന്നു അല്ലേ? പരപ്രേരണ ഇല്ലാത്ത ക്രിയകളാണ്. പരപ്രേരണയുള്ള ക്രിയകളാണ് എങ്കിൽ അത്തരം ക്രിയകളെ പ്രയോജക ക്രിയകൾ എന്നാണ് പറയുന്നത്. പ്രയോജക ക്രിയകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കാരിതം അകാരിതം എന്താണെന്ന് നോക്കാം. കാരിതക്രിയ എന്ന് പറഞ്ഞാൽ ക്രിയാപദത്തിൽ കു എന്ന അക്ഷരം ഉണ്ടായാൽ അത്തരം ക്രിയകളെ കാരിതക്രിയകൾ എന്ന് പറയുന്നു. ഉദാഹരണം, നോക്കുന്നു, പറക്കുന്നു, ചിരിക്കുന്നു, വിളിക്കുന്നു അല്ലേ? ഇതിനൊക്കെ കു എന്ന അക്ഷരമുണ്ട്. ഇത്തരം ക്രിയകളെയാണ് കാരിതക്രിയകൾ എന്ന് പറയുന്നത്. എന്നാൽ അകാരിതക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാപദത്തിൽ കു എന്ന അക്ഷരം ഇല്ല എങ്കിൽ അത്തരം ക്രിയകൾ അകാരിതക്രിയകൾ എന്നറിയപ്പെടുന്നു. മറയുന്നു, കാണുന്നു, പറയുന്നു, കുറയുന്നു, തെളിയുന്നു, മങ്ങുന്നു. ഇതൊക്കെ എന്താണ്? അകാരിതക്രിയക്കുള്ള ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മേയനാമത്തിന് ഉദാഹരണമായ പദം ഏത്? ഓപ്ഷൻ എ മഞ്ഞ്, ഓപ്ഷൻ ബി ശകുന്തള, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി മനുഷ്യൻ. ഏതാണ് കറക്റ്റ് ആൻസർ? എന്താണ് മേയനാമം എന്ന് പറഞ്ഞാൽ ആദ്യം അറിയണം അല്ലേ? എന്താണ് മേയനാമം എന്ന് പറഞ്ഞാൽ ജാതി വ്യക്തി വിവേകം ഇല്ലാത്ത വസ്തുവിനെ കുറിക്കുന്ന പദത്തിനാണ് മേയനാമം എന്ന് പറയുക. ഒരു പ്രത്യേക ജാതിയാണ് അല്ലെങ്കിൽ വ്യക്തി
ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത വസ്തുവിനെ കുറിക്കുന്ന പദത്തിനാണ് മേയനാമം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലേ? മഞ്ഞ്, ശകുന്തള, കേരളം, മനുഷ്യൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? മഞ്ഞ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിൽ ശരിയായി എഴുതിയിരിക്കുന്നത് ഏതാണ്? പ്രസ്താവന, വിദ്യാർത്ഥി, ആശ്ചര്യം, ദാർഢ്യം. ഇതെല്ലാം വായിച്ചിട്ട് ഇതിൽ ശരിയായി വന്നിരിക്കുന്നത് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആശ്ചര്യം എന്നാണ് ശരിയായി ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ താലവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരം ഏത്? അപ്പോൾ മലയാള അക്ഷരങ്ങൾക്ക് പലതിനും പല പേരുകളുണ്ട്. അതെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്ന് ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ചോദ്യങ്ങളാണ് ഇതേപോലെ വന്നതിലെ. ആദ്യം ഘോഷി എന്താണെന്ന് ചോദിച്ചിരുന്നു. ഇവിടെ താലവ്യ വിഭാഗത്തിൽ പെടുന്ന അക്ഷരം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ താലവ്യ വിഭാഗത്തിൽ പെടുന്ന അക്ഷരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കല ജീവിതം തന്നെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ VC ശ്രീജൻ, ഓപ്ഷൻ ബി കുട്ടിക്കൃഷ്ണ മാരാർ, ഓപ്ഷൻ സി സുകുമാർ അഴീക്കോട്, ഓപ്ഷൻ ഡി S ഗുപ്തൻ നായർ. ഏതാണ് കറക്റ്റ് ആൻസർ? കല ജീവിതം തന്നെ എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ബി കുട്ടിക്കൃഷ്ണ മാരാർ. അദ്ദേഹത്തിൻ്റെതാണ് കല ജീവിതം തന്നെ എന്ന കൃതി. വായനയുടെ ഉപനിഷത്ത് എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ എ VC ശ്രീജൻ, ഓപ്ഷൻ ബി ആശാ മേനോൻ, ഓപ്ഷൻ സി KP അപ്പൻ, ഓപ്ഷൻ ഡി ബാലചന്ദ്രൻ വടക്കേടത്ത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബാലചന്ദ്രൻ വടക്കേടത്ത്. അദ്ദേഹത്തിൻ്റെതാണ് വായനയുടെ ഉപനിഷത്ത് എന്ന കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അതിരി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? അപ്പോൾ 3 അതിരി എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ്. ഓപ്ഷൻ എ അതിർത്തി, ഓപ്ഷൻ ബി സീമ, ഓപ്ഷൻ സി പരിധി, ഓപ്ഷൻ ഡി നിഖിലം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നിഖിലം. ഇത് അതിരി എന്ന വാക്കിൻ്റെ പര്യായമല്ല. നിഖിലം എന്ന് പറഞ്ഞാൽ സകലം, അതേപോലെ സുസ്ഥം എന്നൊക്കെയാണ് അതിൻ്റെ മറ്റു മീനിങ്ങുകൾ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് പര്യായ പദമല്ലാതെ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സാറ ജോസഫിൻ്റേതല്ലാത്ത കൃതി. അപ്പോൾ 3 ഓപ്ഷനുകൾ അവരുടെ കൃതികളാണ്, 1 മാത്രമാണ് അവരുടെ കൃതി അല്ലാത്തത്. ഓപ്ഷൻ എ മാറ്റാത്തി, ഓപ്ഷൻ ബി പാപത്തറ, ഓപ്ഷൻ സി ഒതപ്പ്, ഓപ്ഷൻ ഡി ആസിഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ സാറ ജോസഫിൻ്റേതല്ലാത്ത കൃതി ഓപ്ഷൻ ഡി ആണ്. ആസിഡ് എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ കൃതി രചിച്ചിരിക്കുന്നത് സംഗീത ശ്രീനിവാസനാണ്. സംഗീത ശ്രീനിവാസൻ. അതേപോലെ തന്നെ ഇതിലെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ലെസ്ബിയൻ പ്രണയമൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൃതിയെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ലെസ്ബിയൻ പ്രണയത്തെക്കുറിച്ചെല്ലാമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ശാലി, കമല, മാധവൻ, ജാനു. ഇവരൊക്കെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ശാലിയും കമലയുമാണ്. ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഓപ്ഷൻ എ NK ദേശം, ഓപ്ഷൻ ബി MK മേനോൻ, ഓപ്ഷൻ സി PC കുട്ടിക്കൃഷ്ണൻ, ഓപ്ഷൻ ഡി AA അയ്യപ്പൻ. ഏതാണ് കറക്റ്റ് ആൻസർ? MK മേനോൻ്റെ തൂലികാ നാമമാണ് വിലാസിനി. നമ്മൾ സാഹിത്യകാരന്മാരുടെ തൂലികാ നാമമൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആർച്ച് ഡീക്കൻ കോശിയുടെ
പുല്ലേലി കുഞ്ചു ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക? ഓപ്ഷൻ എ വിദ്യാവിലാസിനി, ഓപ്ഷൻ ബി ജ്ഞാനനിക്ഷേപം, ഓപ്ഷൻ സി വിദ്യാവിനോദിനി, ഓപ്ഷൻ ഡി ഭാഷാപോഷിണി. ഏതിലാണ് പുല്ലേലി കുഞ്ചു എന്ന അദ്ദേഹത്തിൻ്റെ കൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപം എന്നതിലാണ് ഇതാദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹ പുഷ്പമേ, ഇവിടെ ഹ എന്നത് ഏത് വ്യാകരണ വിഭാഗത്തിൽ പെടുന്നു? ഹ പുഷ്പമേ എന്ന് പറയുമ്പോൾ ഹ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ആശ്ചര്യത്തോടെ. ഇത് ഏത് വ്യാകരണ വിഭാഗത്തിൽ പെടുന്നതാണ്? ഓപ്ഷൻ എ ഗതി, ഓപ്ഷൻ ബി ദ്യോതകം, ഓപ്ഷൻ സി വിക്ഷേപകം, ഓപ്ഷൻ ഡി ഘടകം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, വിക്ഷേപകം. ഒരു വാചകത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ഇത്. അതായത് ഒരു വാചകത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ഇത്. പ്രധാനമായും സംസാരത്തിലാണ് ഇത് കടന്നു വരിക. ഹ അല്ലേ, നമ്മൾ അയ്യോ, അഹാ, കഷ്ടം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾക്കാണ് വിക്ഷേപകം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഓപ്ഷനിൽ കാണുന്ന ഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭക്തിയുടെ കൂടെ ചേർക്കുന്ന പ്രത്യയമാണ് ഗതി. ഗതി പ്രധാനമായും ഏതെങ്കിലും നാമത്തിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്നും പോയി. ഇവിടെ നിന്നു എന്ന ശബ്ദം പോയി എന്ന ക്രിയയെ കുറച്ചുകൂടി ഉറപ്പിക്കുന്നു അല്ലേ. ഇവിടെ നിന്നു എന്നുള്ളതാണ്, ആ പോയി എന്നുള്ള കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അല്ലേ. വീട്ടിൽ നിന്നു പോയി. ഇതേപോലെയുള്ളതിനാണ് ഗതി എന്ന് പറയുന്നത്. അതേപോലെ ഘടകം എന്നുള്ളത് വാക്കിനെയോ ഒരു വാക്യത്തെയോ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന കണ്ണികളാണ് ഘടകം. ഉദാഹരണം പറയുകയാണ് എങ്കിൽ രാമനും കൃഷ്ണനും പറയുമല്ലോ നമ്മൾ, രാമനും കൃഷ്ണനും സഹോദരങ്ങളാണ്. ഇവിടെ നമ്മൾ രാമനും കൃഷ്ണനും എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ വാക്യത്തിൽ എന്ത് ചെയ്തു? അതിനെ ബന്ധിപ്പിക്കാൻ എന്ന ഒരു കണ്ണി അവിടെ ചേർത്തിട്ടുണ്ട് അല്ലേ. രാമനും കൃഷ്ണനും, ഇങ്ങനെയുള്ളതിനാണ് ഘടകം എന്ന് പറയുന്നത്. അതേപോലെ ദ്യോതകം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായി നിലനിൽപ്പില്ലാത്തതും വാചകത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതുമായ ശബ്ദത്തെ ദ്യോതകം എന്ന് പറയുന്നു. പറ്റി, കുറിച്ച് എന്നിവ ഉദാഹരണം. പറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സ്വന്തമായിട്ട് എന്തില്ല, ഒരു നിലനിൽപ്പില്ലല്ലേ. എന്നാൽ വാചകത്തെ മാത്രം ആശ്രയിച്ച് കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ അറബിയിൽ ഹെറഫൊക്കെ പഠിക്കണ പോലെ അല്ലേ, ഹെറഫിൻ്റെ താരീഫ് പറയുന്ന സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഏതാണ് ഉദാഹരണം? അവനെ കുറിച്ച്, അവനെ പറ്റി എന്നിങ്ങനെ പറയുന്നതിനാണ് ദ്യോതകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ മനസ്സിലാക്കി, ഓപ്ഷൻ സി ആണ്. ഇതോടുകൂടി ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.